അങ്ങനെ അർജുൻ്റെ വീട്ടിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മധുരം അവർ വായിൽ നുകർന്ന് കൊടുക്കുകയാണ്. പിന്നീട് സ്നേഹപൂജന അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പൂജേച്ചി വാ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ അവളും പൂജയും കൂടി മാറിയിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. പറ പൂജേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അതൊക്കെ ഇനി പറയണോ സ്നേഹ, അതൊന്നും ഒറ്റ വാക്കിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ പല കഥകളും വായിച്ചിട്ടില്ലേ, അത്ഭുത ലോകത്തെ ആലീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനും അങ്ങനെ ഒരു ലോകത്തായിരുന്നു, ഓർമ്മകളൊന്നുമില്ലാതെ അമ്പരപ്പുകളുടെ ഒരു വല്ലാത്ത ലോകത്തായിരുന്നു എന്ന് പറയാണ്. പിന്നീട് എനിക്ക് പഴയ ഓർമ്മയൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അതായിരുന്നു എന്ന് പറയാണ്. അത്ഭുത ലോകത്തെ ആലീസിനെ പോലെ അമ്പരപ്പുകളുടെ ലോകത്തെ പൂജ അതായിരുന്നു ഞാൻ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂജ പിന്നീട് ആക്സിഡൻ്റ് ആയതും പിന്നെ ആ ആദിവാസി കുടിലിൽ നിന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളോളം സംഭവിച്ചത് എനിക്ക് കുറച്ച് കാലം കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ടി വന്നു എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മാധുരി അമ്മ വരുന്നത്. മതി നിങ്ങളുടെ സംസാരമൊക്കെ, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് വാ, നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്ന് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ. ഒരായുസ്സിൽ അനുഭവിക്കാനുള്ളതിൽ കൂടുതൽ എൻ്റെ മോൾ അനുഭവിച്ചു. ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഒരു ഓർമ്മയും എൻ്റെ മോൾക്ക് വേണ്ട എന്നൊക്കെ മാധുരി അമ്മ പറയാം കേട്ടോ. പിന്നീട് അർജുനും പൂജയും കൂടി ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട് അവൾക്ക് മധുരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിത്തരാൻ പറയാം കേട്ടോ. അങ്ങനെ അർജുൻ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പൂജ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയും മധുരം കഴിക്കേണ്ട, പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഷുഗർ അങ്ങ് മേലെ എത്തുന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് അർജുനോട് വേണോ ചോദിക്കുമ്പോൾ അവന് ആന്ന് പറയും. അജുവേട്ടൻ പൊതുവെ മധുരം കഴിക്കുന്നതല്ല ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. നീ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതിയാവാന്ന് പറഞ്ഞിട്ട് അർജുന അവളെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പൂജ പറയും നമുക്ക് നടന്നാൽ അജുവേട്ടാ, അപ്പോൾ എങ്കിൽ നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഭാവിയിൽ കുഞ്ഞിന് പേരുണ്ടതും കുഞ്ഞ് വളരുമ്പോൾ ആരാവണമെന്നും എങ്ങനെ വളർത്തണമെന്നും എന്നൊക്കെ അവരിങ്ങ് പ്ലാൻ ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ പൂജ പറയുന്നുണ്ട് കുഞ്ഞിന് മനുഷ്യത്വത്തിൻ്റെ വില എന്താണെന്നും മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെക്കുറിച്ചും എന്ത് സാധനവും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു അമ്മയെ കിട്ടിയത് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ്. ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് അപ്പം അച്ഛനും ഒട്ടും മോശമല്ലല്ലോ. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ പൂജക്ക് വയറിനുള്ളിലൊരു വേദന വരികയാണ്. അവൾ അജുവേട്ടാന്ന് പറഞ്ഞിട്ട് വയറ് പൊത്തി പിടിച്ചിട്ട് കരയാണ് കേട്ടോ. അങ്ങനെ അർജുൻ വേഗം പൂജയെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്കപ്പൊക്കെ നടത്തി. അതിനുശേഷം പറയാണ് കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. 2 വീക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കാനിങ് എടുത്ത് നോക്കാം. പിന്നീട് ഫുഡിൻ്റെ ഡയറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ കുറിച്ച് കൊടുത്ത മരുന്നും വാങ്ങിച്ച് അവർ അവിടെ നിന്നും യാത്ര വരികയാണ്. റാണിയുടെ കൂടെ ജയിലിൽ വേറെ 2 തടവുപുള്ളികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പിന്നീട് റാണി ശ്രദ്ധിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആരെയും കുത്തിയോ കൊന്നോ ഹസ്ബൻഡാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ റാണി പറയും അല്ല, സ്വന്തം അച്ഛനെ തന്നെ അറിയും. സ്വന്തം അച്ഛനെ എന്തിനും ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതേ കേസ് തന്നെയാണ്, പ്രണയിച്ചു വഞ്ചിച്ചു, എൻ്റെ അമ്മയാണ് എന്നെ അല്ല എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു പോലീസ് വന്നിട്ട് റാണിനെ വിളിക്കുകയാണ് കേട്ടോ. ആ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ പോലീസ് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം, നല്ല ഭക്ഷണം മാസം തോറുമുള്ളൊരു ചെക്കപ്പും എന്തായാലേ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ റാണി പറയുന്നുണ്ട് എങ്കിൽ സാറും ആ വേഷം കഴിച്ച് ആരെങ്കിലും ഒന്ന് കുത്തിക്കൊന്ന് ഇവിടെ ജയിലിൽ വന്നിരുന്നോ, നല്ല രസമല്ലേ എന്ന് പറയാം കേട്ടോ. ബോഡി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ റാണിയെ കൂട്ടി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകാം കേട്ടോ. പിന്നീട് സീതമ്മയും ശ്രീകുമാറിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അന്ന് അവരെ വിട്ടയച്ചത് സ്റ്റേഷൻ ജാമ്യത്തിലായിരുന്നില്ല, അപ്പോൾ അതിന് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശ്രീകുമാറും സീതമ്മയും അവിടെ സൈൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എസ് ചോദിക്കും ഇവനെ കൊണ്ടായിരുന്നോ ആ റാണിയെ കെട്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് ശ്രീകുമാർ പറയും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നത് സത്യമാണ് സാറേ, ആ ഇഷ്ടം അവൾക്ക് എന്നോടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വിവാഹത്തിലൊന്നും എത്താതിരുന്നതെന്ന് പറയാം കേട്ടോ. ഇത് കേട്ട് പോലീസ് ചോദിക്കുകയാണ് അവളോടുള്ള സ്നേഹം കൂടി വന്നിട്ടാണ് ഇന്ന് അവൾ ഗർഭിണിയായതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സീതമ്മയും ശ്രീകുമാറും നെട്ടുകയാണ് കേട്ടോ. റാണി ഗർഭിണിയോ എന്ന് ചോദിക്കുക. അതെ, ഇന്നലെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കിട്ടിയ റിപ്പോർട്ടാണ് അവൾ ഗർഭിണിയാണെന്ന് പറയാണ്. ഇത് കേട്ടവർ റാണിയെ കാണാൻ വേണ്ടിയിട്ട് സെല്ലിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സീതമ്മ റാണിയോട് ചോദിക്കുന്നുണ്ട് എന്താടി ഞാനീ കേട്ടത്, നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റാണി അതേ സീതമ്മയെന്ന് പറയാം കേട്ടോ. എന്താ കൊച്ചനിക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും റാണിയൊരു കറക്റ്റ് ആൻസർ പറയണമെന്നില്ല കേട്ടോ. അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയാണ്.
ഇതൊരു പക്ഷേ അവളുടെ വധശിക്ഷ കുറക്കാനുള്ള ഒരു അടവായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെലിവറി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകും, ഡെയിലി ചെക്കപ്പിനും കൊണ്ടുപോകാം. അപ്പോൾ അതുവഴി അവൾക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ളൊരു വഴിയായിട്ടായിരിക്കും അവൾ ഇതും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പിന്നെ ശ്രീകുമാർ പറയുന്നുണ്ട്, നീ അന്ന് കുത്തി മുറിവേൽപ്പിച്ച ആളില്ലേ, അയാൾ മരിച്ചു, ഇനി നിനക്ക് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയും കൂടി അനുഭവിക്കാമെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ റാണി നിൽക്കുകയാണ് കേട്ടോ. അവൾക്കതൊരു പുതിയ വാർത്തയായിട്ട് തോന്നിയിട്ടില്ല തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു 6 മാസത്തിനൊക്കെ ശേഷമാണ്. പൂജയ്ക്ക് നന്നായിട്ട് വയറൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവൾ ആ വയറുമായിട്ട് കെയർ ചെയ്ത് നടക്കുന്നതും മാധുര്യമ്മയും മധു ആൻറ്റിയും അച്ഛമ്മയൊക്കെ അവിടെ പിന്നിൽ നിന്ന് മാറുന്നേ ഇല്ല കേട്ടോ. അവരൊക്കെ സന്തോഷപൂർവ്വം അവളെ കൊണ്ട് ഓരോ ഭക്ഷണങ്ങൾ കഴിപ്പിക്കുകയാണ്. ആ ഒരു ടൈമിൽ പൂജ മതി, എനിക്ക് വേണ്ട അച്ഛമ്മേ ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ നിർബന്ധിച്ച് അവളെ കൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി ഉപദേശങ്ങളൊക്കെ നൽകി കഴിപ്പിക്കുകയാണ്. മധു ആൻറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് കണ്ട ആളേ അല്ല കേട്ടോ. എന്തൊരു സ്നേഹമാണ് അവൾക്ക് പൂജയുടെ അടുത്ത്. മധു ആൻറ്റി മോളെ ഗർഭിണിയാകുന്ന ആ സമയത്തുള്ള കാര്യങ്ങളും അവർ കഴിച്ച ഭക്ഷണവും അവരുടെ അന്നത്തെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പൂജയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വേണം, നല്ല ചിട്ടയായിട്ട് വേണം ഈ ഒരു ടൈമിൽ കഴിയാൻ. ഇതിനിടയിൽ അർജുന് കുറച്ച് ഓവർ കെയറിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് പൂജ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഓവർ കെയറിങ് മൂലം എനിക്ക് നാണം കയറേണ്ടി വരും മറ്റുള്ളവരുടെ മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനോടാണ് സംസാരിക്കുന്നതും കെയർ ചെയ്യണതെന്നൊക്കെ പറയണ്ട അർജുന്. പൂജയുടെ അമ്മ അരുണിമയ്ക്ക് നന്ദഗോപന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് നിന്ന് അവളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. എങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷപൂർവ്വം അവളെ കഴിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായി അർജുൻ്റെ വീട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പൂജയുടെ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബാംഗങ്ങൾ മൊത്തം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കും.